പ്രാർത്ഥനയോടായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വായിക്കുന്നു. 54:7 വാക്യം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം ഇസ്രായേലിനെ കുറിച്ചാണ് ഈ ദൂത്. പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു ദൂത്. അപ്പോൾ തന്നെ ഓരോ വ്യക്തികളോടും ഇന്ന് രാത്രി പറയപ്പെടുന്ന ദൂതാണ്. കാരണം യെശയ്യാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരു തലനാരിഴ പോലും ബാക്കിയില്ല. സ്തോത്രം. കറക്റ്റായ ദൂതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മറ്റ് ഇതര ആമേൻ പ്രൈസ് ദി ലോർഡ് വ്യക്തികൾ യഹോവയായ ദൈവത്തെക്കുറിച്ച് അല്പമായി പറഞ്ഞപ്പോൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനെ ഉള്ളു കറ തീർത്ത് പറഞ്ഞത്. അത് യെശയ്യാ പ്രവാചകനാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മോട് പറയുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇസ്രായേലിനെ പല ഘട്ടത്തിൽ ദൈവം ശിക്ഷണങ്ങളും രക്ഷയും സകലതും നൽകി ചേർത്ത് പിടിച്ചു കർത്താവ്. സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം, ഇറച്ചിക്കലത്തിന്റെ അടുത്തിരുന്നും അവരെ ദൈവത്തോട് പിറുപിറുക്കുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. അല്പനേരത്തേക്ക് ജനത്തെ താഴ്വരയിൽ വിട്ടിട്ട് ആമേൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറി ചെന്ന മോശ തിരിച്ച കൽപ്പനയുമായി ഇറങ്ങി വരുമ്പോൾ കണ്ട ഒരു കാഴ്ച, അല്പനേരത്തേക്ക് മാത്രം മാറ്റി നിർത്തിയ ജനം. സ്തോത്രം. അവർ അവരുടെ സ്വന്തം ബുദ്ധിയിലൂന്നി ആമേൻ കാളക്കുട്ടി ആരാധിക്കാനായി തിരിഞ്ഞു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. ദൈവത്തെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിരിക്കുന്ന, മാനസാന്തരപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഞാൻ വെളിപ്പാട് കാണുന്നു, ഞാൻ ദർശനം കാണുന്നു എന്നുള്ള ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങളോടാ ഇന്ന് രാത്രി ദൂത് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ചില നേരത്തേക്ക് മാത്രം മാറ്റി നിർത്തിയിരിക്കുക. ചില നേരത്തേക്ക്. എന്തിനാ ചില നേരത്തേക്ക്? ഹല്ലേലൂയ. നമുക്കറിയാം ഇതിനകത്തിരിക്കുന്ന പലരും മക്കളുള്ളവരാണ്. സ്തോത്രം. മോനെ അത് ചെയ്യില്ലെന്ന് പറയുമ്പോൾ, അവൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവൾ ചെയ്യുമ്പോൾ ഒരു ശിക്ഷ കൊടുത്ത് കുറച്ചു നേരത്തേക്ക് മാറ്റിയിരുത്തും. പ്രൈസ് ദി ലോർഡ്. അത് നല്ലൊരു അപ്പന്റെ ഗുണമാണ്. അതൊരു നല്ലൊരു അമ്മയുടെ ഗുണമാണ്. കുഞ്ഞിനെ ഒരു ശിക്ഷ കൊടുത്ത് മാറ്റിയിരുത്തുന്നത്. അല്ലാതെ 75 മാർക്ക് ആമ ഇടുമ്പോ അതിൽ 2 മാർക്ക് കൊണ്ടുവരുമ്പോ മോനെ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന അപ്പനെ അല്ല ഇവിടെ വേണ്ടത്. കാണുമ്പോൾ ബാക്കി 73 മാർക്ക് എവിടെയെന്ന് ചോദിക്കാൻ ആമേൻ അപ്പൻ ശക്തനാകണം. ഇല്ലെങ്കിൽ ആ മാർക്കിന്റെ ആമേൻ ബാക്കി വിഷയങ്ങൾ കൂടെ അവന് മനസ്സിലാക്കി കിട്ടുന്നത് വരെ അല്പനേരത്തേക്ക് മാറ്റി നിർത്തുന്നു. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളു കാര്യം. അല്പനേരത്തേക്ക് സ്വന്തം ജനത്തെ ദൈവം മാറ്റി നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ചുകൂടെ വ്യക്തമാകണ്ടേ ആ ദൂത്? അതിന്റെ തൊട്ടു മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടെ അനുഗ്രഹത്തോടെ കാണാൻ കഴിയും. 6-ാമത്തെ വാക്യം. മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. എന്തിനാ അവിടെ ബ്രേക്കായത്? സ്തോത്രം. എന്താ അവിടെ ഒരു ബ്രേക്കായി വന്നതെന്നറിയാമോ? അവിടെ ഒരു കാര്യം വ്യക്തമായി പറയുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പലതിനും പക്വത എത്താതെ പലതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പാടുപെടുന്നതിനെ ഓർത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പലതും വല്ലാണ്ട് ജീവിച്ചു മുമ്പോട്ട് പോകുന്ന കാലഘട്ടമാണ്. നോക്കൂ, ഇതിനകത്ത് പറഞ്ഞ കണ്ടോ, ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിൽ
ഈ 54-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോഴേ ഒത്തിരി ദൂതുകൾ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് തന്റെ ജനത്തായി ഇസ്രായേലിന് കൊടുത്ത ദൂതകളായത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില സമയത്തൊക്കെ മാറ്റി നിർത്തുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുട്ടിച്ചാത്തനായി നമ്മൾ കാണുന്നു. ഇപ്പൊ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം, ഇപ്പൊ എനിക്ക് ഇന്നത് ചെയ്യണം. കാരണം കുപ്പിക്കകത്തിരിക്കുന്ന ഭൂതത്തെ ഇറക്കി വിടുമ്പോഴേയാണ് ഇന്നത്തെ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ചിന്ത. ഹല്ലേലൂയ. അതല്ല, മടങ്ങി വരേണ്ടതായുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദാവീദ് ഒറ്റ വാക്കിൽ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് ദാവീദ്. 73 സങ്കീർത്തനം എഴുതിയ ദാവീദ് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു നിർത്തി, യഹോവയായ ദൈവം മൂലക്കല്ല്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യെശയ്യാവ് തന്റെ പുസ്തകത്തിനകത്ത് അരിച്ചു പറക്കി 1-ാം അധ്യായം മുതൽ 66 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, പലയിടത്തും ദൈവത്തെക്കുറിച്ച് പല വ്യാഖ്യാനത്തിലും യെശയ്യാ പ്രവാചകൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം എന്നുള്ള കാര്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിൽ ജീവിക്കുന്ന ദൈവപൈതലേ, ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കും, ചിലപ്പോഴൊക്കെ നമ്മുടെ യാചനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കും. പക്ഷേ നിന്നെ തള്ളിക്കളഞ്ഞതല്ല, നിന്നെ ഉപേക്ഷിച്ചതല്ല, നിന്നെ മഹാകരുണയോടെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് ആമേൻ ആരാധിക്കാൻ കഴിയും? അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്നെ അല്പനേരത്തേക്ക് മാറ്റിയിരുത്തിയത് നിന്റെ വിശ്വാസം എത്രത്തോളം വലുതായി വരുന്നു എന്നാണ് ആമേൻ സ്തോത്രം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറയുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആമേൻ, വീരനാം ദൈവമെന്ന് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതേ വാക്യം 9-ന്റെ 6-ൽ പറയുന്നു, അതേ വാക്യം പറയുന്നു, അവ സമാധാനത്തിന്റെ പ്രഭു ആയിരിക്കുന്നു. കണ്ടോ? ആമേൻ സ്തോത്രം. ആമേൻ. നോക്കിക്കേ, 7-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ ഇമ്മാനുവേൽ ആയിരിക്കുന്നു. എന്തുകൊണ്ടാ അവിടെ വ്യാഖ്യാനത്തിന്റെ സ്വരം മാറുന്നത്, പദവികൾ മാറുന്നത്? അവന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അത്രയും വലുതാണ്. എൻ്റെ മുമ്പിലിരുന്ന് പല രാജ്യത്തിരുന്ന് കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ റെസ്പെക്റ്റോടെ പിൻപറ്റുന്നെങ്കിൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞോ, നിന്റെ കുടുംബത്തിനകത്ത് കാൽനടയായി കയറി വന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, മഹാകരുണയോടെ നിന്നെയും എന്നെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം പറയുന്നു, അവൻ ന്യായാധിപനായ ദൈവമാണ്. എന്തുകൊണ്ടാ യെശയ്യാവ് അങ്ങനെ പറയുന്നത്? അവൻ ന്യായം പാലിക്കുന്ന ദൈവം. അനാഥയ്ക്ക് മാത്രമല്ല, വിധവയ്ക്ക് മാത്രമല്ല, പരദേശിക്കും ന്യായം പാലിച്ച് അവന്റെ നീതി വെളിപ്പെടത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ യെശയ്യാവ് പറയുന്നു, ആമേൻ, 33-ന്റെ 22 പറയുന്നു, അവൻ ന്യായാധിപതിയായ ദൈവമാണ്. ഹല്ലേലൂയ. തീർന്നില്ല. യെശയ്യാവ് 60-ന്റെ 16-ൽ പറയുന്നു, അവൻ വല്ലഭൻ. ഹല്ലേലൂയ. അവൻ വലിയവ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി മനസ്സിലായി ദൈവത്തെ സ്തുതിക്കുന്ന എത്ര പേരിന്ന് രാത്രി ഈ സ്വരം കേൾക്കുന്നു? വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മറ്റിതര വ്യക്തികളൊക്കെ ഒറ്റ വാക്കിൽ നിർത്തുമ്പോൾ, പ്രവാചകന്മാരിൽ അടുത്ത പ്രവാചകനായിരിക്കുന്ന മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ ന്യായാധിപതി എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ആമേൻ മീഖാ പ്രവാചകൻ ആമേൻ യഹോവയായ ദൈവത്തെ ഒറ്റ വാക്കിൽ നിർത്തുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ആമേൻ സ്തോത്രം, യെശയ്യാവിന് പിന്നെയും പറയുവാനുണ്ട്. 40-ന്റെ 5-ൽ യെശയ്യാവ് പറയുന്നു, യഹോവയുടെ മഹത്വം
മഹത്വം ഇന്ന് രാത്രി മഹത്വ സമ്പൂർണനായ ഒരു ദൈവം നിന്നെ നടത്തിയില്ലായിരുന്നു എങ്കിൽ 25-ൽ നീയും ഞാനും നടന്നു കയറത്തില്ലായിരുന്നു. ഒരു രാജ്യം മുഴുവനും ഒറ്റ രാത്രി കണ്ണടച്ച് തുറക്കും മുമ്പേ മുലകുടി മാറാത്ത കുഞ്ഞടക്കം നൂറുകണക്കിന് പേർ, അതിൽ വിദ്യാസമ്പന്നന്മാർ, കോടികളുടെ ആസ്തിയുള്ളവർ ഒറ്റ രാത്രി കൊണ്ട് തീക്കിരയായെങ്കിൽ വേദപുസ്തകം പറയുന്നു, ഇനി ഞാൻ മേലാൽ ഈ ഭൂമിയെ വിധിക്കുന്നത് വെള്ളം കൊണ്ടല്ല അഗ്നി കൊണ്ടാണെന്ന തെളിവ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇസ്രായേലിനെ സഞ്ചരിച്ച മേഘത്തിനകത്ത് രാത്രി തീ ഉണ്ടായിരുന്നെങ്കിൽ ഈ തീ കൊണ്ടാണ് മറുപടി അറിയിക്കാൻ പോകുന്നത്. 2021 ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. എങ്ങനെയെന്നറിയാമോ? ഞാനും നീയും സഞ്ചരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് വരെ കറണ്ടിലല്ലേ ഓടുന്നത്. എന്തെന്നറിയാമോ? ഒറ്റ സ്പാർക്കിങ്ങിൽ ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാരമാകണമെന്ന് പറഞ്ഞ് ആമേൻ ആമേൻ സ്തോത്രം. വലിയവനായ ദൈവം, മഹത്വത്തിന്റെ ദൈവം, മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തിൽ അവൻ ചിന്തിച്ച് കൂട്ടി വച്ചിരുന്ന ആ ചിന്തകൾക്കപ്പുറമായി സ്വർഗത്തിലെ ദൈവം ചിറകില്ലാത്ത പ്ലെയിനിന് ഇന്ധനം നിറച്ചെങ്കിൽ ഇവിടെ കൂടെ ഓടുന്ന വാഹനത്തിന് കറണ്ടിന്റെ സൗകര്യം നൽകി. ഒറ്റ സ്പാർക്കിങ്ങിൽ അതിനകത്തിരിക്കുന്ന 150 പേരും 1 മിനിറ്റ് വെന്തടങ്ങണമെന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ ബുദ്ധിക്കകത്തേക്ക് ഓരോ തലച്ചോറിന്റെ മണികൾക്കകത്തും ആമേൻ നൽകിയിരിക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർക്ക് പോലും പിടികിട്ടാത്ത അത്യത്ഭുതമായ വലിയ അത്ഭുതങ്ങളാണ് ഈ ദിനങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ യെശയ്യാവിന്റെ പുസ്തകം 4:2 ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. അവൻ മുളയായവൻ. പ്രൈസ് ദി ലോർഡ്. അതിന് വ്യക്തമായ മറുപടി ആമേൻ സ്തോത്രം ഇയ്യോബിന്റെ പുസ്തകം പറയുന്നു, ഒരു മുളയായാൽ, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശിക്കാൻ വകയുണ്ട്. കാരണം അതിനെ വെട്ടിക്കളഞ്ഞാലും അനേക മുളകളായി പുറത്തു വരും, തീർന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 11 പറയുന്നു, അവൻ ആരെന്നറിയാമോ? അവൻ അത്ഭുതത്തിന്റെ ദൈവം മാത്രമല്ല, അവൻ പരിജ്ഞാനത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഒറ്റ വാക്കുകൊണ്ട് നിർത്താൻ ഈ യെശയ്യാവിന് കഴിയത്തില്ല. കേൾക്കണമോ? 23:6 എന്തു പറയുന്നു? യഹോവ നമ്മുടെ നീതിയാകുന്നു. ഈ ഭൂപരപ്പിൽ നീതിയുള്ള ദൈവം ഇതിലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നിലും എന്നിലും പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് കഥ പറയാനുള്ളതല്ല, അത് പോഷ്ക്ക് പറയാനുള്ളതല്ല, അത് സാഹചര്യം കിട്ടുമ്പോൾ വളച്ചൊടിക്കേണ്ടതല്ല. ആമേൻ സ്തോത്രം. സദൃശ്യധ്യായം 12:19, സദൃശ്യധ്യായം 21:28, ആവർത്തനം 19:16-18. ആമേൻ സ്തോത്രം. സദൃശ്യധ്യായം 6:19, സദൃശ്യധ്യായം 29:26, സദൃശ്യധ്യായം 17:18. പഠിച്ചു നോക്ക്. ഇതിനകത്തിരിക്കുന്ന മാർമിക സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ അതിന്റെ അധർമ്മത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ വചനം ഏതാണ് ദൈവവചനം? ഇന്ന് രാത്രി എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. കർത്താവിന്റെ വചനം എത്ര പ്രസംഗിച്ചാലും എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. അതിനേക്കാൾ ഒരാൾ പ്രസംഗിച്ച് കേൾക്കുന്നത് അതിനേക്കാൾ സന്തോഷമാണ്. കാരണം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ആരും ചെറുതല്ല, നിങ്ങളെല്ലാവരും വലിയ ആൾക്കാരാ, നിങ്ങളെല്ലാം ശ്രേഷ്ഠന്മാരാണ്, നിങ്ങളെല്ലാവരും അഭിഷക്തന്മാരാണ്, അഭിഷക്തമാരാണ്. എന്തിനേറെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹോവ നമ്മുടെ നീതി എന്ന് 23:6 പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ 9:6 പിന്നെയും പറയുന്നു, അവൻ അത്ഭുത മന്ത്രിയായ ദൈവം. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മേൽ മാത്രമല്ല, കേവലം ഒരു പല്ലുവേദന മാറുന്നതല്ല അത്ഭുതം. എന്ന് രാത്രി കേൾക്കണമേ. അത്ഭുതം എന്ന് പറഞ്ഞാൽ സകലത്തിന്റെ മേലും, മരണത്തിന്റെ മേലുള്ള അത്ഭുതം. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. വിശുദ്ധിക്ക് മേലുള്ള അത്ഭുതം. ഒരു മനുഷ്യന്റെ ജനനം മുതൽ ഒടുക്കം വരെയുള്ള ജീവിതത്തിൽ ഇടക്കാലത്തിൽ സംഭവിക്കേണ്ട ചില മേഖലകളിൽ സംഭവിക്കേണ്ട അതിന്റെ പേരാണ് അത്ഭുതം എന്ന് പറയുന്നത്. എന്നാൽ നോക്കൂ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 55:4 പറയുന്നു, അവൻ ആരാ? അധിപതിയായ ദൈവം. ആമേൻ. കണ്ടോ? ഞാൻ പറയുന്നതല്ലേ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന്. ഈ പുസ്തകത്തിന് അരിച്ചു പറക്കി നിങ്ങൾ വായിക്കണം കേട്ടോ. ഇതിനകത്ത് കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് കർത്താവിന് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുന്ന പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിനോട് പറയുക, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു?
ഒരല്പം സമയത്തേക്ക് മാത്രമാണ് നിന്നെ മാറ്റിയിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ നിന്നെയും ചിലപ്പോഴൊക്കെ മാറ്റിയിരുത്തും കേട്ടോ. കഴിഞ്ഞ 2-3 വർഷം ഉണ്ടല്ലോ നമ്മളെയൊക്കെ ഒന്ന് മാറ്റിയിരുത്തി. ലോക ചരിത്രത്തിൽ ആർക്കും ഒരു ഹർത്താലിനും ഒരു ബന്ദിനും അടയ്ക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു സെക്രട്ടേറിയറ്റ്. ആമേൻ. എന്നെ കർത്താവ് അവിടെ നിന്ന് ട്യൂൺ ചെയ്തു. സ്തോത്രം. ഇത് ഒരു ദിവസം ഒരു നാൾ ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യണമല്ലോ. ഹല്ലേലൂയ. സകലത്തിൻ്റെയും മുട്ട് ഏപ്പാടത്തക്ക തലത്തിൽ സകലത്തെയും മരവിപ്പിച്ച ദൈവമാണ് പറയുന്നത്. ഇന്ന് രാത്രി പറയുന്നു അവൻ അധിപതിയായ ദൈവമെന്ന്. 54-ന്റെ 4-ൽ 55-ന്റെ 4-ൽ നമ്മൾ പറയുന്നു അവൻ അധിപതിയായ ദൈവം. തീർന്നില്ല കേട്ടോ. ആമേൻ. 42-ന്റെ സ്തോത്രം. ആമേൻ. 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ പറയുന്നത്? എന്റെ പ്രൈസ് ദി ലോർഡ് വൃദ്ധൻ എന്ന് പറഞ്ഞാൽ നീ എന്റെ വൃദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ എന്റെ വൃദ്ധനാണ്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക, ഞാൻ നിന്നെ ഉറപ്പിച്ചിരിക്കുക. ആർക്കും നിന്നെ അകറ്റിക്കളയാത്ത തലത്തിൽ ഞാൻ നിന്നെ കൃപയോടെ ചേർത്തണച്ചിരിക്കുക. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ആരും എന്നെ മാറ്റിയാമേ സ്വതന്ത്രം ഒരു ഫംഗ്ഷന് ക്ഷണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട കേട്ടോ. നിന്നെ ക്ഷണിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. തീർന്നില്ല. 53-ന്റെ 3-ൽ എന്താ പറയുന്നത്? വ്യസനപാത്രം. വ്യസനപാത്രം. ആരാ? കർത്താവ് വ്യസനപാത്രമായി തീർന്ന പുസ്തകമാണ് 53-ാമത്തെ അധ്യായം. നീ പലയിടത്തും വ്യസനപാത്രമായി തീർന്നില്ലേ? നിനക്ക് വേണ്ടി പഴയ നിയമത്തിനകത്ത് പ്രവാചകൻ പറയുന്നു. ഹല്ലേലൂയ. ഷണ്ണൻ വായിച്ചുകൊണ്ട് പുസ്തകം ഏതാ? യെശയ്യാവ് 53. ഹല്ലേലൂയ. 53 കഷ്ടാനുഭവങ്ങളുടെ പുസ്തകമാ. ആരെക്കുറിച്ച്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പുസ്തകമാണ് 53 യെശയ്യാവ്. തീർന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ഏത് ക്വാളിറ്റി ഉള്ള വ്യക്തിയാകട്ടെ, നിങ്ങൾ ഏത് ഡിഗ്രി ഉള്ള വ്യക്തിയാകട്ടെ, പക്ഷെ കർത്താവിന് മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആരെന്നറിയാമോ? സീറോ. കർത്താവേ, നിന്റെ മുമ്പിൽ ഞാൻ സീറോയെ ഹീറോയാക്കുന്ന ഒരു ദൈവമുണ്ട്. മനസ്സിലായോ? ആമേൻ. കർത്താവേ, ഞാൻ ഒന്നുമില്ല, ഞാൻ വാചാതുര്യമില്ലാത്തവനാ, ഞാൻ വിക്കനാണ്, എന്നിൽ ഒന്നും പറയാനില്ല, എന്നിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ലപ്പാ. ഞാൻ ഇരിക്കുന്നത് നിന്റെ കൃപയാൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ എന്ന് പറയപ്പെടുമ്പോൾ യെശയ്യാവ് 41-ന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവൻ മുൻപ് നിനക്ക് വേണ്ടി വ്യസനപാത്രമായി തീർന്നു. എന്നെ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, നിനക്ക് വേണ്ടി വ്യസനപാത്രമായി തീർന്നു. നിനക്ക് വേണ്ടി ഒരു അധിപതി, ഒരു പരിശുദ്ധൻ എണീറ്റ്. എന്തെന്നറിയാമോ? നീ പരിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടി അവൻ നിനക്ക് വേണ്ടി വ്യസനപാത്രമായി തീർന്നു. അതുകൊണ്ട് അല്പനേരത്തേക്ക് മാത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടോ? ആമേൻ. എന്താ എൻ്റെ ഭാവി ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ എനിക്കൊരു ജോലി ലഭിക്കാത്തത്? എന്താ എന്നെ ആര് കാണുന്നില്ലേ? എന്താ ദൈവം എന്നെ കേൾക്കുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ലല്ലോ. എന്തുകൊണ്ടാ അങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിലേക്ക് വന്നത് കൊണ്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഞാനും ചിന്തിക്കും. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, എനിക്ക് ഇതിനകത്തുനിന്ന് പറയാൻ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 51-ന്റെ 9-ൽ എന്താ പറയുന്നത്? യഹോവയുടെ ഭുജം. നിനക്ക് വേണ്ടി കർത്താവിന്റെ ഭുജം ഇന്ന് രാത്രി അവൻ വിശാലമായി ചേർത്ത് പിടിക്കുന്ന. സകല കണ്ണുകളും സകല കൈകളും കുറുകിയിരിക്കുമ്പോൾ, സകല ചെവികളും മന്ദമായിരിക്കുമ്പോൾ, സകല കരങ്ങളും മാറിയിരിക്കുമ്പോൾ നിന്നെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭുജമുണ്ട്. അത് യഹോവയുടെ ഭുജം. പ്രൈസ് ദി ലോർഡ്. 53-ന്റെ 1-ൽ എന്താ പറയുന്നത്? അവിടെയും പറയുന്നു യഹോവയുടെ ഭുജം. ആർക്ക് പിടിച്ചടക്കാൻ കഴിയും? ബലവാനും ബലഹീനൻ തമ്മിൽ കാര്യം തീർപ്പുണ്ടായാൽ ബലഹീനെ സഹായിപ്പാൻ ഒരു ഭുജം ഇറങ്ങി വരും. ആ ഭുജമാണ് ഞാനും നീയും പ്രസംഗിക്കുന്ന യേശുവിന്റെ ഭുജം. ഇന്ന് രാത്രി ഭുജത്തിന്റെ കീഴിലായിരിക്കുന്ന വിശുദ്ധന്മാരെ, നിങ്ങളെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നു, നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഭുജത്തിനകത്താ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ സ്തോത്രം, കേവലം ഒരു വചന ദൂത് കേട്ട് മടങ്ങാൻ ആരും ഇരിക്കരുത്. ഇന്ന് രാത്രി കത്തുന്നൊരു അഗ്നി കൊണ്ട് ഇതിനകത്ത്, ഏതൊക്കെ കുടുംബത്തിനകത്ത് ശൂന്യമായിരിക്കുന്നത് കത്തിപ്പടരുന്ന തലത്തിൽ ദൈവാത്മാവ് ഒരു സ്ഫോടനം എന്ന പോലെ ഈ സീസണിൽ, ഈ തലമുറയിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുവോ എങ്കിൽ നീ ആമേൻ പറഞ്ഞ് ഇന്ന് രാത്രി സ്വീകരിക്കുക. അവൻ എന്തെന്നറിയാമോ? നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ്.
ചിലപ്പോഴൊക്കെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ചില നീക്കുപോക്കുകളൊക്കെ വരും കേട്ടോ. ചിലപ്പോഴൊക്കെ വൈകുന്നതെന്നറിയാമോ, അത് ശക്തമായി വെളിപ്പെടാൻ വേണ്ടിയാ. സ്തോത്രം. ചിലത് വൈകി വരുന്നതെന്നറിയാമോ, അത് ശക്തമായി വെളിപ്പെടാൻ വേണ്ടിയത് ഞാൻ പറഞ്ഞാൽ സ്തോത്രം പറയാൻ പറ്റുമോ? തീർന്നില്ല കേട്ടോ. യെശയ്യാ 55:4 പറയുന്നു, അവൻ സാക്ഷിയാണ്. ആർക്ക് സാക്ഷി? നിനക്ക് സാക്ഷി, എനിക്ക് സാക്ഷി. അവൻ സാക്ഷ്യമുള്ള ദൈവമാണ്. സാക്ഷ്യമുള്ള ദൈവം. സാക്ഷ്യമുണ്ടോ? ഇവിടെ കർത്താവിന് പൈതൽ പ്രബോധിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ തുച്ഛീകരിക്കരുത്, നിന്നെ ആരും തുച്ഛീകരിക്കരുത്. നീ കമ്മലും മാലയും മാറ്റി പോകുമ്പോൾ, മീശയില്ലാതെ റോട്ടെ പോകുമ്പോ സ്തോത്രം, നിന്നെ ആരും തുച്ഛീകരിക്കരുത്. തീത്തോസേ, എനിക്ക് നിന്നോട് പറയാനുണ്ട്, നിന്നെ ആരും തുച്ഛീകരിക്കരുത്. നീ എല്ലാത്തിനും കീഴ്പ്പെട്ടവനായിരിക്കണം. നിന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതും കൃപയോട് കൂടിയതുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവമൈതലേ, ആമേൻ. പ്രൈസ്. മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഒറ്റ വാക്കിൽ പ്രവാചകനായ മലാക്കി പറഞ്ഞു നിർത്തിയെന്നറിയാമോ? ആമേൻ. 4:2 പറയുന്നു, അവൻ നീതി സൂര്യൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ ഭക്തൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുന്ന പദമാണ് നീതി സൂര്യൻ. ആരാ? ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം, പഴയ നിയമത്തിൽ പിതാവായ ദൈവം, ആമേൻ സ്തോത്രം, അടിസ്ഥാന കല്ലും പുതിയ നിയമത്തിൽ മേൽക്കൂരയായി സ്വർഗത്തിലെ ദൈവം പിതാവായ പുത്രനെ, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് തന്റെ 33.5 തിരുവയസ്സ് വരെ സ്തോത്രം ഇവിടെ 30 വർഷം ജോലിയും മറ്റ് കാര്യങ്ങളും ചെയ്ത് ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും പ്രൈസ് പലരുടെയും നടുവിൽ നിന്ന് പ്രത്യക്ഷനായി പല കാര്യവും പഠിച്ചും അഭ്യസിപ്പിച്ചും 3.5 വർഷം ശുശ്രൂഷ ചെയ്ത് ഈ ഭൂപരപ്പിത് മാറ്റപ്പെട്ട് ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ ഒരു കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, അവൻ നീതി സൂര്യനായ ദൈവമാണ്. ഹല്ലേലൂയ. അതാ ഇവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? മറ്റെല്ലാവരും മാറ്റി നിർത്തി. എന്തിനേറെ ഹഗ്ഗായി തന്നെ പറയുന്നില്ലേ? ഹഗ്ഗായി പ്രവാചകൻ 2:7 എന്താ പറയുന്നത്? സകല ജാതികളുടെയും നായകൻ, സകലത്തിന്റെയും നായകനായി ഒരുത്തൻ വെളിപ്പെടുമ്പോൾ ഈ 2025 പ്രാരംഭഘട്ടത്തിൽ ഈ 11ാമത്തെ ദിവസം സ്വർഗത്തിൽ ദൈവം പറയുന്നു, അവൻ സകലത്തിന്റെയും നായകനായി, അവൻ പൂർത്തി വരുത്തുന്നവനായി, അവൻ ദൈവത്തിന്റെ ദൂതനായി, അവൻ ദൈവത്തിന്റെ ദാസനായി, അവൻ ദൈവത്തിന്റെ ഭൃത്യനായി, അവൻ ദൈവത്തിന്റെ സർവായുധ വർഗമായി, അവൻ ദൈവത്തിന്റെ സാക്ഷിയായി, അവൻ ദൈവത്തിന്റെ മഹത്വമായി, അവൻ ദൈവത്തിന്റെ പ്രജയായി, അവൻ ദൈവത്തിന്റെ പുത്രനായി, അവൻ ദൈവത്തിന്റെ വാളായി ഈ കാലഘട്ടങ്ങളിൽ നിനക്കും എനിക്കും വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2024 പോലെ അല്ല. ദുരുപദേശക്കാർ പ്രത്യക്ഷ കുമിള് പോലെ മുളച്ചു വരുന്ന, എന്തിനേറെ ഇതിനകത്തിരിക്കും നിങ്ങൾ പറഞ്ഞു തരും. ഇന്നലെ ഞാൻ അടിച്ചുവാരിയ മുറ്റമാണ്, പക്ഷെ രാവിലെ നോക്കിയപ്പോൾ ഒരു ചിതൽപുറ്റ് പോലൊരു പുറ്റ് പൊങ്ങി നിൽപ്പുണ്ട്. ഞാൻ കാല് കൊണ്ട് വെറുതെ തട്ടിയപ്പോൾ അതിനകത്തൊന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ എണ്ണം പോലും തിട്ടപ്പെടുത്താൻ കഴിയാതെ ആയിരക്കണക്കിന് ചിതൽപുറ്റുകൾ അതിനകത്തുനിന്ന് പ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞ് വരുന്നത് പോലെ ദുരുപദേശക്കാർ 2025 പലരെയും തകർത്ത് കളയാൻ, പലരെയും സ്തോത്രം അനീതിയിലേക്ക് നടത്തുവാൻ, വിശുദ്ധന്മാരെന്ന് പറയുന്ന പലരെയും ദുരുപദേശക്കാർ അന്തിക്രിസ്തുവിന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ നാളുകളിൽ പലരെയും തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലേക്ക് നാം വൈകിയിരിക്കുന്നു. എങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, അവൻ ഒരു അധിപതിയായി ഈ നൂറ്റാണ്ടിൽ എന്റെയും നിന്റെയും കുടുംബത്തിനകത്ത് വരുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കും? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ? എന്താന്ന്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ടാവോ, ഇന്നത്തെ സാവകാശം സംസാരിക്കാം. സ്തോത്രം. സാവകാശം സംസാരിക്കുക ഇതെന്താ? മനോരമ വീക്കിലിയോ കുട്ടൂസനോ ഡാഹിനിയുടെ കഥ വല്ലോ ആണോ ഇത് പറയുന്നത്? കുട്ടൂസനോ ഡാഹിനിയാണോ പറയുന്നത്? അല്ലല്ല. എന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഇത്രയെങ്കിലും ഈ ആഴ്ച കൊടുക്കണ്ടേ ആന്റി? ഇത്രയെങ്കിലും കൊടുക്കണ്ടേ അങ്കിളെ? ഇത്രയെങ്കിലും കൊടുക്കണ്ടേ പൈതലേ? രാവിലെ മുതൽ ഇത്രയും സമയം നിന്നെ സൂക്ഷിച്ചില്ലേ? ഞാനിന്ന് എവിടെയെല്ലാം ആയിരുന്നു, ഏതെല്ലാം മേഖലയിലായിരുന്നു, അവിടെയെല്ലാം നിന്റെ വഴി ഇതാകുന്നു, ഇതുവഴി പോയെന്ന് പറഞ്ഞ് തിരിച്ച് നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം. നിന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. നിന്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. അതിനൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന മാരകമായ അസുഖങ്ങൾ നിന്റെ ശരീരത്തേക്ക് പടർന്നു കയറും. പക്ഷെ ദൈവത്തെ ചേർത്ത് പിടിച്ചാൽ നിനക്ക് നിത്യതയോളം നടത്തുവാനുള്ള
ആത്മബലം നിന്റെ മേൽ പകരുവാൻ അവൻ സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയുള്ള വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മോശ എന്ത് പറയണമെന്ന് അറിയണ്ടേ? പ്രാരംഭ പുസ്തകത്തിനകത്ത് പറയുന്നത് 3:15 പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. മോശ 2 അധ്യായം കൊണ്ട് നിർത്തി. കർത്താവിനെ പുകഴ അത്രേ പറ്റിയുള്ളൂ പുള്ളിക്ക്. ഹല്ലേലൂയ. ആ 3:15 പറയുന്നു സ്ത്രീയുടെ സന്തതി. 22:15 പറയുന്നു യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് നേരെ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സെഖറിയാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വായിക്കുന്നു, ആമേ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും അവരൊരു പട്ടാളമായി സോൾജിയറായി ഇന്നും നിന്റെ കൂടെ നടക്കുന്ന നിറത്തോക്കുമായി നടക്കുന്ന ഒരു സോൾജിയറെ പോലെ നിന്നെ പിന്തുടരുന്ന ഒരു ശക്തിയുണ്ട്. അത് ഈ ഭൂപരപ്പിൽ ആർക്കും വാങ്ങാൻ കഴിയില്ല, ഒരു ഷോപ്പിൽ പോയും വാങ്ങാൻ കഴിയില്ല. കാരണമുണ്ട്, ഇതിനകത്ത് സഞ്ചരിക്കുന്ന, ഇതിനകത്ത് നടകൊള്ളുന്ന ഒരു ദൂതനുണ്ട്. കേട്ടോ, ആ ദൂതന്റെ പേരാണ് അവൻ അത്ഭുതമന്ത്രി. ഹല്ലേലൂയ. അത് നല്ലവണ്ണം യേശയ്യാവിനറിയാം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്കി അത്രയും പറഞ്ഞു വിട്ടത് ഇതിനകത്തിരിക്കുന്ന സ്റ്റുഡൻസുകളാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഹല്ലേലൂയ. നമ്മളൊരു വാക്യം എടുക്കും, ഒരു ദൂതെടുക്കുമ്പോൾ ആ പുസ്തകത്തെ ഒന്ന് അരിച്ചു പറക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകത്തിൽ എവിടെയൊക്കെ ദൈവനാമത്തെ ഉയർത്തിയിട്ടുള്ളൂ പറയുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലെവലേശമില്ലാത്ത പുസ്തകമുണ്ട് എസ്തേറിന്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുസ്തകത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നിന്ന് കിട്ടത്തില്ല. പിന്നെ പുസ്തകങ്ങൾ പരിശോധിക്കേണ്ടതായുണ്ട്. ഒരു പ്രസംഗിക്കാൻ ഒരു പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ അവൻ 3.5 മണിക്കൂർ ഇരിക്കണം. 3.5 മണിക്കൂർ ഇരിക്കുന്നവന് അരമണിക്കൂർ പ്രസംഗിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ അവൻ 6 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കണം. പുസ്തകങ്ങൾ പറയണം. ഹല്ലേലൂയ. 5 മിനിറ്റ് പ്രബോധിക്കുന്ന ഒരു ദൈവ പൈതൽ 2 മണിക്കൂർ ഇരിക്കണം. എവിടെ ഇരിക്കാനാ? അപ്പോഴേ ആമേൻ. അങ്ങനെയൊക്കെയാണോ സാറേ? എങ്കിൽ പിന്നെ സാറ് പ്രതീക്ഷിക്കണ്ട. എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നേ. ഹല്ലേലൂയ. ഇപ്പോ എൻ്റെ ഭർത്താവ് വരും. ഭർത്താവ് വീട്ടിൽ എത്തണമെങ്കിൽ നീ മുട്ടിൽ ഇരിക്കണം. ഭർത്താവ് വീട്ടിൽ എത്തണമെങ്കിൽ നീ മുട്ടുമേരിക്കണം. ആദിമ പിതാക്കന്മാരായ ആദമും ഹവ്വയും എങ്ങനെയായിരുന്നു? ഭർത്താവ് കല്യാണത്തിന് പോയ സമയത്ത് സാത്താൻ അകത്ത് കയറി. ഹല്ലേലൂയ. കൈപൊക്കണ്ട, പ്രവർത്തനം പറഞ്ഞാൽ മതി. എന്താ അവിടെ അങ്ങനെ സംഭവിച്ചത്? ഹല്ലേലൂയ. ദൈവം അരുതെന്ന് പറഞ്ഞത് അവിടെ കേൾക്കാനിരുന്ന കാര്യം വേദപുസ്തകത്തെ സമയത്ത് കയ്യിലെടുത്തിരുന്നു എങ്കിൽ അവിടെ അത് സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ഒരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ. 5 മിനിറ്റ് പ്രബോധിപ്പിക്കുന്ന ഒരു വ്യക്തി പ്രബോധിപ്പിക്കുന്ന വേദപുസ്തകം ഒരു 10 പ്രാവശ്യം വായിച്ചിരിക്കണം. സ്തോത്രം. വായിച്ച് അതിൻ്റെ മുമ്പിൽ അങ്ങ് ഇരിക്കണം. ഇരുന്ന് ഉറക്കം അറിഞ്ഞ് അവിടെ കിടക്കണം. കിടന്നിട്ടും പറ്റില്ലെങ്കിൽ ഒന്ന് ഉരുളണം. സ്തോത്രം പറ. എവിടെ ഇരിക്കുന്നു നമ്മൾ? ദൈവസ്ഥലല്ലേ? ഇരുന്ന് കരയ്. അല്ലാതെ തൂക്കുന്ന സമയത്ത് ഇതാണല്ലോ കർത്താവ്, അരിയിൽ വെള്ളത്തിടുന്ന സമയത്ത് ഇതാണല്ലോ കർത്താവ് എന്ന് പറഞ്ഞു പോകുന്ന തെറ്റൊന്നുമല്ലെന്ന്. ആ സമയത്ത് സുഹൃത്തുമായി എത്ര സമയം വാട്സപ്പിലിരുന്നു, എത്ര സമയം ഓൺലൈനിലിരുന്നു. പക്ഷെ ഇന്ന് രാത്രി കണക്ക് ചോദിക്കുന്ന ഒരു ന്യായാധിപതിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് നിന്നോട് കണക്ക് ചോദിക്കുന്ന യെശയ്യാവിന്റെ പുസ്തകം 35 നോക്ക്. കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? നോ സാർ. ആമേൻ. ഒരു ഒബ്ജക്ഷനുമില്ല. കാര്യം തീർക്കുന്ന സമയമുണ്ട്. 5 കുടുംബത്തെ തങ്കമ്മന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ 5 കുടുംബത്തിനകത്തുള്ള ഉത്തരവാദിത്തം തങ്കമ്മേന്റിക്ക. സ്തോത്രം പറ. ഒരു പേര് വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. വേറെ ആരെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പ്രതികരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആന്റി ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. ഇന്ന് രാത്രി പറയട്ടെ, 5 കുടുംബം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ 5 കുടുംബത്തിന് ഉത്തരവാദിത്തം തങ്കമ്മേന്റിക്ക. സ്തോത്രം. അതിൽ ഒരെണ്ണം തൊഴിഞ്ഞാൽ കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരും. സ്തോത്രം. എണ്ണ ശരിയാണെങ്കിൽ പേര് പറയാൻ ചാൻസ് ഇപ്പൊ സമയമില്ല. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് 5 കുടുംബം ഇപ്പൊ ഉണ്ട്. സ്തോത്രം പറ. ഹല്ലേലൂയ. 5 കുടുംബത്തെ 2025 10 ആക്കണം. സ്തോത്രം. അല്ല ഇത് മതി എന്ന് പറഞ്ഞിരുന്നാൽ പറ്റില്ല. 5നെ 10 ആക്കണം, 10നെ 50 ആക്കണം, 50നെ 100 ആക്കണം, 100നെ 1000 ആക്കണം, 1000ത്തെ 10,000 ആക്കണം. സ്തോത്രം പറ.
ആമേൻ, സ്തോത്രം. നമ്മുടെ സഹോദരിമാരെ മീറ്റിംഗ് കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. ഹല്ലേലൂയ. തുടങ്ങിയത് 23-ലാണെങ്കിലും ഇപ്പോഴും അതുപോലെ ഇരിക്കുക. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. സ്തോത്രം പറഞ്ഞില്ലല്ലോ, എന്ന് രാത്രി പോരാ, ഇത് പോരെന്നേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. മധ്യസ്ഥയുടെ വില അറിയാമെന്നുള്ള ഒരുത്തനാണ് ആമേൻ അബ്രഹാം. മധ്യസ്ഥതയ്ക്ക് വിലയുണ്ടെന്ന് അറിഞ്ഞ അബ്രഹാം സ്വന്തം സഹോദരനായ ലോത്തിനെ അവനെ ശത്രുപാളയത്തിൽ നിന്ന് വിടുവിപ്പാൻ അവൻ ഇടിവി നിൽക്കാനിടയായെങ്കിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവി നിൽക്കണം. അവരെന്തോ പറയട്ടെ, അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. നമ്മളൊന്ന് വായിച്ചു വരാം. 54-ന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 54-ന്റെ 4. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നിന്നെ ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. മറക്കും. നിന്റെ വൈധവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലത് മറക്കാൻ ഇവിടെ പറഞ്ഞാട്ടോ. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. പറയുന്നത് ഞാനല്ല കേട്ടോ, സ്വർഗത്തിലെ ദൈവം പറയുക. നീ ലജ്ജിക്കപ്പെടേണ്ട സ്ഥലത്ത് നിന്റെ ഉറപ്പിച്ച് മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 10 അതിന് 25 നമ്മൾ കടന്നു വരപ്പെടുമ്പോൾ യെശയ്യാവ് അവിടെ വലിയൊരു ദൂത് പറഞ്ഞു കൈമാറുകയാണ്. വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം ആമേൻ, സ്തോത്രം, 10-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ഭയപ്പെടേണ്ട, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും. സ്തോത്രം. ഭയപ്പെടേണ്ട. കാരണം കർത്താവ് ഇപ്പൊ കോപത്തിൽ നിൽക്കുക, ക്രോധത്തിൽ നിൽക്കുക. ആര് പറഞ്ഞിട്ടും കർത്താവ് കേൾക്കുന്നില്ല, അങ്ങോട്ട് മാറി നില്ല. ഞാനിപ്പോ അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും ഒന്നും കേൾക്കുന്നില്ല. എന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോടൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവിന്ന് രാത്രി ആലോചന ഇങ്ങനെ തന്നെ കൈമാറുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 10 പറയുന്നു. അവകാശമുള്ളവൻ ആരാ? അവകാശമുള്ളവൻ, അധികാരമുള്ളവൻ. ഉൽപ്പത്തി 49-ന്റെ 10, 49-ന്റെ 20, 49-ന്റെ 8, 49-ന്റെ 13 ഒക്കെ നമ്മൾ വായിക്കപ്പെടുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മോശ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അവിടെ നയം വ്യക്തമാക്കുന്നത് പോലെ അത് ആരാണ് എന്ന് വ്യക്തമാക്കി ജനത്തിന് വിളമ്പിക്കൊടുക്കുന്ന ഒരു മനുഷ്യനാക്കി മോശയെ അവിടെ നിർത്തുകയാണ്. കാരണമുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ജനത്തിന്റെ നടുവിൽ അവിടെ നമുക്ക് ആ വാക്യം അറിയാം. നമുക്ക് ആ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ എനിക്ക് ആ വാക്യത്തിലെ ഒരു ആഴമെന്ന് രാത്രി മനസ്സിലാക്കേണ്ടതായുണ്ട്. അതിന്റെ പശ്ചാത്തലം ഇന്ന് രാത്രി നമുക്കൊന്ന് മനസ്സിലാക്കണം. അത് ഏത് സാഹചര്യമാണെന്ന്. സഹോദരൻ 49-ന്റെ 10 നമുക്കറിയാം. അവിടെ ഒരു ശുശ്രൂഷയുടെ നടുവിലേക്ക് ജനം കടന്നു വരുന്നതായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. അത് ചെറിയ ശുശ്രൂഷയല്ല കേട്ടോ, വലിയൊരു ശുശ്രൂഷയുടെ മധ്യത്തിലാണ് അവിടെ സ്തോത്രം കുടുംബമായി അതിനകത്ത് കാലൂന്നി നിൽക്കുക. വായിക്കാമോ? 49-ന്റെ 10 നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. സ്തോത്രം. അടുത്ത് അതിന്റെ അനുസരണം അവനോടാവും. ആമേൻ. സ്തോത്രം. നമുക്ക് ഈ കാര്യം നമുക്കറിയാം. ഇതെന്താണ് എന്ന് നോക്കുമ്പോൾ യോസേപ്പ് ഒരു ഫലപുഷ്ടമായ വൃക്ഷമായി തീരുന്ന ഒരു അധ്യായമാണ് ഈ 49-ാമത്തെ അധ്യായം. 49-ഉം 50-ഉം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അവിടെ എല്ലാവരും തള്ളിക്കളഞ്ഞ യോസേപ്പിനെ പൊക്കിയെടുത്ത് ദൈവം അവിടെ കൊണ്ടു നിർത്തി. എന്താണ്? നിനക്കൊരു അവകാശമുണ്ട്. ആരുടെ അവകാശം? പിതാക്കന്മാരുടെ അവകാശം. യാക്കോബിന്റെ അവകാശം വാങ്ങുവാൻ അവൻ അവിടെ വന്ന് നിൽക്കുക. എവിടെ? 49-ാമത്തെ അധ്യായത്തിൽ അവകാശം പ്രാപിപ്പാൻ വന്ന് നിൽക്കുന്ന സ്തോത്രം ഒരു വ്യക്തിയാക്കി ദൈവം അവരവിടെ കണ്ടിരിക്കുക. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നിന്റെ അവകാശം ഒരിടത്തും നഷ്ടപ്പെടത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരിക്കൽ അബ്രഹാം പറഞ്ഞു, ദൈവമേ എൻ്റെ അവകാശം ആമേ സ്തോത്രം മറ്റു വ്യക്തി കൊണ്ടുപോകുമോ എന്നൊരു പേടി അവനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നു ആമ യവനെ ബാല്യത്തിലെ കൊന്നുകളഞ്ഞു എന്ന് അപ്പനെ പറ്റിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, അപ്പനെ പറ്റിച്ചെങ്കിലും ആമേൻ അപ്പനെ നിര്യാണത്തിന് സ്വല്പം മുമ്പ് ആമേൻ മക്കളെല്ലാം കാണാനുള്ള കൊതി. ആമേൻ. 13 കറ്റയും അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം പറ. ഹല്ലേലൂയ. അവിടെ കറ്റകളെല്ലാം നിവർന്നു നിൽക്കുക. ആമേൻ സ്തോത്രം. ഏറ്റവും തരം താഴ്ത്തി, ഏറ്റവും ദണ്ഡനം അനുഭവിച്ച, ഏറ്റവും ആമെ അകറ്റി നിർത്തിയെന്ന് അവന്റെ മനസ്സിൽ തോന്നിയ, ആമെ ഞാൻ അകന്നു പോയെന്ന് തോന്നിയ, എന്ന് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ യോസേപ്പിനെ അവകാശം പ്രാപിപ്പാൻ ഒടുക്കത്തെ അധ്യായത്തിൽ പൊക്കി പുറത്തു കൊണ്ടുവന്നെങ്കിൽ എൻ്റെ ദൈവം ആരാ? അവൻ വിശ്വസ്തനാ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ ആമേ സ്തോത്രം നിലവിളി ഒച്ചപ്പാടല്ല ഇവിടെ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. 50-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ യോസേപ്പ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു, അവനെ ചുംബിച്ചു. ഹല്ലേലൂയ. കാരണം മരണത്തോട് മല്ലടിച്ചിടക്കുന്ന അപ്പന് ലാസ്റ്റ് ഒരു ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യവന് ശേഷം ജനിച്ചവനും യവന് ആമേ സ്തോത്രം മുൻപ് ജനിച്ചവരെല്ലാവരും ഒരുമിച്ച് കാണുന്ന കുടുംബമായി. പക്ഷെ അവിടെ VIP വന്ന ഒരേ ഒരാളെ ഉള്ളൂ. അവന്റെ പേരാണ് ആരെന്നറിയാമോ? യോസേപ്പ്. ഹല്ലേലൂയ. അവകാശം പ്രാപിപ്പാൻ മറ്റു 11 പേർ നോക്കി നിൽക്കേ ആമേ ഒരു വലിയ ജനതയായിട്ട്, ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് അവൻ അവിടെ കയറി വന്നെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. ചേർത്ത് പിടിക്കുന്ന, കരുണയോടെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ ആരും തള്ളിക്കളഞ്ഞ് നീ തോറ്റുപോയെന്ന് നീ സ്വയമേ സമ്മതിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോരുത്തരും ഞാൻ ചോദിക്കുക, നിങ്ങൾ മരിക്കണമെങ്കിൽ ഡോക്ടർ വിചാരിക്കണോ നിങ്ങൾ വിചാരിക്കണോ? പറ. നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഇന്ന് രാത്രി കൈപൊക്കിക്കേ. അല്ല, ഡോക്ടർ വിചാരിച്ചാലേ മരിക്കൂ എന്ന് പറഞ്ഞാൽ കൈപൊക്കണ്ട. ആ പാസ്റ്റർ ഡോക്ടർ വിചാരിക്കുന്നത് പോലെ മരിക്കട്ടെ എന്നാണ് നിങ്ങളുടെ ചിന്ത. ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, നീ മരിക്കണമെങ്കിൽ നീ ചിന്തിക്കണം. ഒരു വൈദ്യന്റെ കയ്യിലും മരണത്തെ ദൈവം കൊടുത്തിട്ടില്ല. ഒരു വൈദ്യന്റെ കയ്യിലും ജനിക്കുന്നത് സമയം കൊടുത്തിട്ടില്ല. സ്തോത്രം. ഒരു മനുഷ്യന്റെ കയ്യിലും ദൈവം മരണത്തിന്റെ മേലുള്ള അധികാരം കൊടുത്തിട്ടില്ല. രാവിലെ എണീറ്റ് നിന്നേ കണ്ണാടിന് മുമ്പ് ഇന്ന് പറയണം, പ്രൈസ് ദി ലോർഡ്. ബെഡ് കോഫി എന്നല്ല പറയേണ്ടത്, ഞാൻ അനുഗ്രഹിക്കപ്പെടും. തങ്കമ്മയായ ഞാൻ ഇന്ന് പകൽ ഈ 12-ാം തീയതി രാവിലെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. തങ്കമ്മയായ ഞാൻ ഈ 12-ാം തീയതി രാവിലെ ഞാൻ അനുഗ്രഹിക്കപ്പെടും ഇന്ന് പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി. ആമേൻ. സ്തോത്രം. അല്ലാതെ എണീറ്റ് നിന്നിട്ട് ഇന്ന് വയ്യ എങ്കിൽ അങ്ങനെ തന്നെ രാവിലെ എഴുതി പറയാം, പാസ്റ്റർ ചേട്ടന് ഭയങ്കര ചൂട്. ചൂട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടു തലയിൽ. 5-6 ദിവസം ജോലി ചെയ്തിരിപ്പുണ്ട് വീട്ടിനകത്ത്, അതുകൊണ്ടാണ് ചൂട്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. അത് ഭയങ്കര ചൂടാ. അതുകൊണ്ട് ഒരു ചൂടുള്ള കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താൽ അതൊക്കെ ശരിയാവും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആദ്യം തന്നെ ആൻറ്റി പറയാം, ഞാൻ ഒഴിക്കില്ല പാസ്റ്റേ, പ്രായമൊക്കെ ആയില്ലേ. ആമേ സ്തോത്രം. എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി പലതും ചൂടായിട്ടിരിക്കുന്നത് അറിയാമോ? ആമേ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മധ്യസ്ഥൻ എനിക്കും നിനക്കും വേണ്ടി ഇതിനകത്തുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവർ, എന്നെ ബഹുമാനിക്കുന്നവർ ഇതിനകത്തിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ സ്നേഹത്തോട് കാര്യം പറയാം. ഈ രാത്രി നമ്മൾ കടന്നു വന്നത് ആരും ആമേ നിർബന്ധത്താൽ അല്ല. നമ്മെ കൊണ്ടിവിടെ ഇരുത്തിയിരിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. സൗദിയിൽ നിന്നും ആമേ ദമാമിൽ നിന്നും ഹല്ലേലൂയ ബഹ്റൈനിൽ നിന്നും പല രാജ്യത്തു നിന്നും ഇതിനകത്ത് ഇന്ത്യക്കും പല ഭാഗത്ത് ഇരുന്നു കൊണ്ടും ആമേ മസ്കത്തിൽ ഇരുന്നു കൊണ്ടും പലയിടത്തിരുന്നു കൊണ്ടിരിക്കുന്ന ജനം വെറുതെ കയറിയതല്ല. ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്ന നിയോഗത്തിൽ കൂടെ കയറി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്നു. ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തെ സ്തോത്രം പറയുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നോക്കിയേ, യോസേപ്പിനെ കളഞ്ഞു കേട്ടോ. എല്ലാവരും കളഞ്ഞു. എല്ലാവരും കളയട്ടെ. എല്ലാവരും കളയട്ടെ. എല്ലാവരും തകർക്കട്ടെ. നശിച്ചെന്ന് പറയട്ടെ. ഈ സത്യദൈവത്തെ അറിഞ്ഞത് കൊണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ബൈബിൾ ഞാൻ എടുത്തത് കൊണ്ട്, ഇത് ഞാൻ എടുത്തത് കൊണ്ട് തള്ളിക്കളയട്ടെ. യേശു എന്താ പറഞ്ഞേ? ഇത് നിമിത്തം. നിമിത്തം. ഇത് നിമിത്തം നിന്നെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ, സഹോദരനോ
അപ്പനോ അമ്മയോ ചാർച്ചക്കാരോ നിന്നെ തള്ളിക്കളഞ്ഞാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ കുഞ്ഞേ, സ്തോത്രം ചെയ്ത് ആരാധിക്ക്. എല്ലാവരും നിനക്ക് വിരോധമാകണം, അപ്പോഴേ നിന്നിൽ പരിശുദ്ധാത്മാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും കൂടെ ഒരുമിച്ച് പോകുന്നതല്ല പരിശുദ്ധാത്മാവ്. ഇതിന്റെ പേര് പരിശുദ്ധമെന്നാ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സത്യം നീ പാലിക്കാൻ ആമേ സ്തോത്രം നീ തയ്യാറാണെങ്കിൽ 1000 സാക്ഷികൾ നിനക്കെതിരെ കള്ളം പറഞ്ഞാലും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ആമേ സ്തോത്രം 16 ഡിവേഴ്സും ഇന്ന് രാത്രി ഒരേ മനസ്സിൽ സ്തോത്രം ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. ദൈവവൈതലേ, ദൈവം നമ്മളെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? എന്തെന്നറിയാമോ? മഹാകരുണയോടെ ചേർത്ത് പിടിക്കാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ അദ്ദേഹത്തിലേക്ക് തിരിച്ചു മടങ്ങി വരികയാ. ഇവിടെ പ്രൈസ് ദി ലോർഡ്, ഈ യോസേപ്പിനെ അപ്പൻ കണ്ട മാത്രമേ തന്നെ അവനെ കണ്ട് പ്രാണനെ വിട്ടു. അവകാശം പ്രാപിക്കണമെങ്കിൽ അവൻ വരണം, വീതം വയ്ക്കണമെങ്കിൽ അവൻ വരണം. ഇളയവനും മൂത്തവനും എല്ലാം ഒരേ വീതമല്ല അവിടെ വെച്ചത്. യോസേപ്പിന് എല്ലാവരെക്കാളും ശ്രേഷ്ഠകരമായ ഒരു വീതം അവിടെ നടന്നു. അത് അപ്പന്റെ ബുദ്ധിയിൽ ഊരിത്തിരിഞ്ഞു വന്നതല്ല. ഹല്ലേലൂയ. ദീർഘവർഷങ്ങളായി അവനെ മാറ്റി നിർത്തിയതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഒരു വിധി അവിടെ പുറപ്പെടുവിച്ചത് യോസേപ്പിന്റെ അപ്പനാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി ഒരു വിധി പുറപ്പെടുവിക്കും. 2025 ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് രാത്രി ആലോചന കൈമാറാൻ പറയുന്നു. നിനക്ക് വേണ്ടി വിധി പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തൻ. 1000 നിനക്കെതിരെ നിന്നാലും 1000 നിനക്കെതിരെ ആ വൻമതിലുകൾ പണിതാലും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ വേദപുസ്തകം വാങ്ങാൻ വേണ്ടി ഞാൻ ആമേ സ്തോത്രം CLX ബുഷ്ടാളി പോകുമ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ പുസ്തകമാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസനെ അതിന് ഇത്ര രൂപയാണ്. ഞാൻ പറഞ്ഞു രൂപയല്ല വിഷയം, സ്തോത്രം. എനിക്ക് പുസ്തകമാണ് വേണ്ടത്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവിടെ ബാർഗിൻ ചെയ്യാൻ നിൽക്കരുത്. അതെപ്പോഴെന്നറിയാമോ? ക്രിസ്മസ് 25 മുൻപേ പുൽക്കൂടിൽ വയ്ക്കാൻ ഉണ്ണിയേശുവിനെ വാക്കുമ്പോൾ ഒരു കുഞ്ഞു പറയണം, മാമ ഈ ഉണ്ണിയേശുവിന്റെ കൈ ഒടിഞ്ഞതല്ലേ മാമ, അതുകൊണ്ട് ഇതിനൊരു 10 കുറച്ച് വന്നൂടെ മാമ. ഇത് കുറയ്ക്കേണ്ട ഉണ്ണിയേശു അല്ല. ഇത് ഈ ഉണ്ണിയേശുവിന് കൈയൊന്നും ഒടിഞ്ഞിട്ടില്ല, ഈ ഉണ്ണിയേശുവിന്റെ അസ്ഥിയൊന്നും പൊട്ടിയിട്ടില്ല. ഇത് ഉണ്ണിയേശു അല്ല, ഇത് നിന്റെ എന്റെയും അടുത്ത് വന്ന് നിന്നെ ചേർത്ത് പിടിക്കുന്ന 2 കരത്തിലും ആണിയാൽ തുളയ്ക്കപ്പെട്ട കരമുള്ളവൻ നിന്റെ അടുത്ത് വന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയാ, ഞാൻ നിന്നെ മഹാദയോടെ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ പോകുകയാ. മഹാദയോടെ. അല്ലേ? നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമില്ലേ മഹാദയോടെ? അവിടെ നമ്മൾ അതല്ലേ വായിച്ച 54-ാമത്തെ അധ്യായത്തിൽ വായിച്ചതെന്നറിയാമോ? അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും. ഈ 25 എന്നെ എൻ്റെ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു, എന്നെ എൻ്റെ ചാർച്ചക്കാരെല്ലാം ഉപേക്ഷിച്ചു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ഉപേക്ഷിച്ചു. ആമേൻ. എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അപ്പനെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ സ്തോത്രം. അവരെ നോക്കി എനിക്ക് ദൂത് പറയാനുണ്ട്. എങ്കിൽ മാത്രമേ നിന്നെ തമ്പുരാൻ വളർത്തുവാൻ കഴിയൂ. സ്തോത്രം പറ. ഹല്ലേലൂയ. പലയിടത്തും പോയി തമ്പേർ അടിക്കുന്നിടത്തും പോയി കുനിഞ്ഞു നിന്നിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചത്. തമ്പേർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? മറ്റേ പ്രസ്ഥം പോകുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു പോകാൻ വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചത്. സ്തോത്രം. ദൈവം വിളിച്ചത് എന്തിനാ? നിത്യമായ മഹാകരുണയോടെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ, ആമേൻ. അടുത്ത് 8-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ ഭയങ്കര അനുഗ്രഹമാണ്. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, അഡ്മിറ്റ് ചെയ്ത്. ഭയങ്കര ബ്ലെസ്സിങ്ങാ 8-ാമത്തെ വാക്യം. ക്രോധാധിക്യത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുക്കുവാനായി യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ പേരവിടെ വെളിപ്പെടുത്തുകയാണ്. മഹാകരുണയോടെ ചേർത്ത് പിടിച്ച മാത്രമല്ല,
നിന്റെ കണ്ണീര് തുടയ്ക്കാനും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനും എൻ്റെ ദൈവം സർവശക്തനായി ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ഇറങ്ങി നിൽക്കുക. ഞാൻ ഇന്ന് രാത്രി ചില ആലോചനകൾ പങ്കുവയ്ക്കാൻ പോകാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോടും ദൂത് പേര് പറഞ്ഞില്ലെങ്കിലും ഇന്ന് അറിയാം, ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിനകത്തും തള്ളിക്കളഞ്ഞ അവസ്ഥ, തീർന്നു എന്ന് പറഞ്ഞ അവസ്ഥ, ഇനി എങ്ങനെ മുമ്പിലോട്ടെന്ന അവസ്ഥ നിന്നെ ദൈവം മാനിക്കും കേട്ടോ. ഇത് ചേർത്ത് പിടിച്ചോ, പുസ്തകത്തെ ചേർത്ത് പിടിച്ചോ. ഹല്ലേലൂയ. ഇന്നലെ വരെ ആമേൻ നല്ല